السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ജാമിഅ തിർമിദിയിലെ 3591 ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ എന്ന അധ്യായത്തിൽ വരുന്ന സിയാദ് ഇബ്നു ഇലാഖത്ത് ഇബ്നു മാലിക് റഹിമഹുല്ലാ തൻ്റെ പിതൃവ്യനിൽ നിന്ന്, അമ്മിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സിയാദ് ബിൻ ഇലാഖത്ത് ബിൻ മാലിക്കിന്റെ അമ്മ, പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ സഹാബിയായ ഖുത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഖുത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നിലധികം പ്രാർത്ഥനകളിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, അല്ലെങ്കിൽ കാവലിനെ ചോദിക്കുന്നു എന്നൊക്കെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. എന്തിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്? മിൻ മുൻകറാത്തി. മുൻകറാത്തിൽ നിന്നാണ്. ചീത്ത കാര്യങ്ങളാണ് മുൻകറാത്ത് എന്ന് പറഞ്ഞാൽ. പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മുൻകറാത്ത്. എന്തൊക്കെ മുൻകറാത്തിൽ നിന്നാ? മുൻകറാത്തിൽ അഖ്ലാഖ് എന്നാണ് ഒന്നാമത് പറയുന്നത്. ചീത്തയായ അഖ്ലാഖ്, ഹുലുക്കുകൾ. ഹുലുക്ക് സ്വഭാവം, അഖ്ലാഖ് സ്വഭാവങ്ങൾ, ചീത്തയായ സ്വഭാവങ്ങൾ. അത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇസ്ലാമിൻ്റെ പൂർത്തീകരണമാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നതിലൂടെ സംഭവിക്കുന്നത്. പ്രവാചകൻ തൻ്റെ നിയോഗത്തെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്നാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അക്മൽക്കും ഈമാനൻ അഹ്സനുക്കും ഖുലുഖൻ എന്ന് പറഞ്ഞിട്ട്, ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്, ഈമാൻ പൂർണ്ണമായവൻ എന്ന് പറയാൻ കഴിയുക ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന്. സ്വഭാവം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ എത്ര ആരാധനാകർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചാലും ചീത്ത സ്വഭാവത്തിന്റെ ആളുകളായി തീരുക എന്നത് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. അത് നമ്മളുടെ ഈമാനിന്റെ അപൂർണതയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയിൽ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതും: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി. രണ്ടാമത് പറയുന്നത് വൽ അഅമാലി, അമലുകൾ, കർമ്മങ്ങൾ, ചിത്തയായ പ്രവർത്തനങ്ങളാണ്. സ്വഭാവം, പ്രവർത്തനം. മിൻ മുൻകറാത്തിൽ അഅമാലി, മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി. മൂന്നാമത്തെ സംഗതി വൽ അഹ്വാഇ, ഹവകൾ. ഹവ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛകളാണ്, അല്ലെങ്കിൽ നമ്മളുടെ തോന്നലുകളാണ്. പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഉണ്ടല്ലോ, അതിൽ നല്ലത് പ്രവർത്തിക്കാനുള്ള തോന്നലും ഉണ്ടാവും, ചീത്ത പ്രവർത്തിക്കാനുള്ള തോന്നലും ഉണ്ടാവും. നമ്മളുടെ തോന്നലുകളെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കുക എന്നതാണ് യഥാർത്ഥമായ ഒരു മുഅ്മിനിന്റെ അടയാളം എന്ന് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ തെളിവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും മനുഷ്യന്റെ മനസ്സാണ്, തെറ്റുകൾക്ക് വേണ്ടിയുള്ള തോന്നലുകൾ ഉണ്ടാകും. അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നിടത്താണ് തഖ്വ അല്ലെങ്കിൽ വിജയം എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്ന്, ഹവയിൽ നിന്ന് മനസ്സിനെ വിലക്കി നിർത്തുക എന്നത്. തെറ്റായ തോന്നലുകൾ, തെറ്റിനു വേണ്ടിയുള്ള തോന്നലുകൾ ഇല്ലാതിരിക്കുക എന്നത്, തെറ്റുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനോട് ഒരു വെറുപ്പ് തോന്നുക എന്നത് വലിയ അനുഗ്രഹമാണ്. അത് ഈമാനാണ്. പടച്ചവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് മൂന്നാമതായിട്ട് വൽ അഹ്വാഇ അഥവാ മുൻകറാത്തിലേക്ക് ചേർക്കേണ്ടതാണ്. ചീത്തയായ തോന്നലുകൾ, ചീത്തയായ വികാരങ്ങൾ. അപ്പോൾ 3 കാര്യങ്ങളിൽ നിന്നാണ് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിൻ മുൻകറാത്തി, എന്തിൽ നിന്നാണ്? മുൻകറാത്തിൽ നിന്ന്, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന്. ഏതൊക്കെ ചീത്തയായ കാര്യങ്ങളിൽ നിന്നാണ്? അൽ അഖ്ലാഖി, സ്വഭാവം, വൽ അഅമാലി, അമലുകൾ, കർമ്മങ്ങൾ, വൽ അഹ്വാഇ, തോന്നലുകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ. നമ്മളേറെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പടച്ചവനോട് നിരന്തരം തേടേണ്ട ഒരു പ്രാർത്ഥന എന്ന നിലക്ക് പഠിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.